കാലത്ത് 5:30 കല്ലു ഉണർന്നിരുന്നു. അവൾ നോക്കിയപ്പോൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന കണ്ണനെയാണ് കണ്ടത്. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. തലേദിവസം രാത്രിയിലെ ഓർമ്മകളിൽ അവൾക്ക് ആ പ്രഭാതം കൂടുതൽ ഉന്മേഷം ഉളവാക്കി. കുളിച്ചിട്ട് അടുക്കളയിൽ കയറണമെന്ന് ചിറ്റ പറഞ്ഞതുകൊണ്ട് അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആരും ഉണർന്നിരുന്നില്ല. ശ്രീകുട്ടി ഇന്നു മുതൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ കാലത്തെ എഴുന്നേറ്റതാണ്. കാബേജ് എടുത്ത് വെള്ളത്തിലിട്ടു. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും തോരൻ വയ്ക്കാനാണ്. ഫ്രിഡ്ജിൽ തൈര് ഇരിപ്പുണ്ട്, അതുകൊണ്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. മീൻ വറുക്കാൻ ഇന്നലെ രാജി ചേച്ചി അരച്ച് തിരുമ്മി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ തീ പിടിപ്പിച്ചവൾ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു. സമയപ്പോൾ 6 മണി കഴിഞ്ഞു. അവൾ മുറ്റത്തേക്കിറങ്ങി. ചൂലെടുത്ത് മുറ്റമെല്ലാം അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ണൻ എഴുന്നേറ്റ് വന്നത്. കാലത്തെ കുളിച്ചോ നീ? അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കുളിച്ചു ഏട്ടാ. ജലദോഷം പിടിക്കും, ഇത്തിരി കഴിഞ്ഞടിച്ചു വാരിയ പോരെ കല്ലു? ഏയ് ഇല്ലേട്ടാ, എനിക്ക് പണ്ട് മുതൽക്കുള്ള ശീലാണ്. ഈ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലും മുറ്റമടിക്കുന്നതാ, അവൾ പറഞ്ഞു. ആ ശരി ശരി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവൻ ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് കിണറിൻ്റെ അപ്പുറത്തേക്ക് നടന്നുപോയി. കല്ലു മുറ്റം മുഴുവൻ അടിച്ചു വാരിയിട്ട് അടുക്കളയിൽ ചെന്ന് കാപ്പിക്കുള്ള വെള്ളം വെച്ചു. ആരോടോ കണ്ണൻ സംസാരിക്കുന്നത് അവൾ കേട്ടു. നോക്കിയപ്പോൾ ഏതോ ഒരു ചേട്ടനാണ്. ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കണ്ണൻ അടുക്കളയിൽ വന്ന് പശുവിനെ കറക്കുവാനുള്ള പാത്രം എടുത്തുകൊണ്ട് പോയി. അച്ഛനില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ ചേട്ടനെ കൊണ്ടാണ് പശുവിനെ കറക്കുന്നത്. അവൾ കാബേജ് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടി എഴുന്നേറ്റ് വന്നു. ആ കല്ലു നേരത്തെ ഉണർന്നോ? ഇല്ലെന്നേ, കുറച്ച് സമയം ആയതേ ഉള്ളൂ. അവൾ ശ്രീകുട്ടിക്ക് കാപ്പി എടുത്ത് കൊടുത്തു. യോ, ഞാൻ എടുത്തോളാം. എടുത്തു തരുമൊന്നും വേണ്ട കല്ലു. കല്ലു ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കണ്ണൻ അടുക്കളയിലേക്ക് കയറി വന്നു. എടി ശ്രീകുട്ടി, ഓമനക്കുട്ടൻ ചേട്ടൻ ഇത്തിരി കാപ്പി എടുക്കടി. വെളിയിൽ നിൽക്കുന്ന ചേട്ടനാണോ? ശ്രീകുട്ടി കാപ്പി എടുത്തപ്പോൾ കല്ലു ചോദിച്ചു. അതേടാ, ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ ആ ചേട്ടനാ വരുന്നത്. രാജിയുടെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ട്. രാജി ചേച്ചി ബാത്റൂമിലാണ്. ആരാണെന്ന് നോക്കിയേ കല്ലു. കല്ലു ഫോണെടുത്ത് നോക്കിയപ്പോൾ സുമേഷ് ചേട്ടനാണ്. ശ്രീകുട്ടി, സുമേഷ് ചേട്ടനാണ് വിളിക്കുന്നത്. അതെയോ? എന്താണോ കാലത്തെ? അവൾ ഫോൺ എടുത്തു. ഹലോ സുമേഷ് ചേട്ടാ. ആ രാജി ചേച്ചി ബാത്റൂമിലാണ്. എന്താ ഏട്ടാ കാലത്തെ? അതെയോ? എന്നിട്ടോ? ഹോസ്പിറ്റലിലാണോ? ഓക്കെ, ഞാൻ ചേച്ചി ഇറങ്ങുമ്പോൾ വിളിക്കാം. ശരി ശരി. ആ ഓക്കെ. അവൾ ഫോൺ കട്ട് ചെയ്തു. എന്തിനാണ് ചേട്ടൻ വിളിച്ചത്? അവിടുത്തെ അമ്മയ്ക്ക് ഷുഗർ കൂടി ഹോസ്പിറ്റലിലാണെന്ന്. രാജി ചേച്ചിയോട് ഒരുങ്ങി നിൽക്കാൻ ചേട്ടൻ ഇങ്ങോട്ട് വരുമത്രേ. അയ്യോ കഷ്ടമായല്ലോ. എന്നെ ചെയ്യാനാ? അപ്പോഴേക്കും രാജിയും കണ്ണനും കൂടി കയറി വന്നു. രാജിയോട് കാര്യങ്ങളെല്ലാം ശ്രീകുട്ടി പറഞ്ഞു. അവൾ വേഗം തന്നെ സുമേഷിനെ വിളിച്ചു. എന്നിട്ട് പോകാൻ റെഡിയായി. ഈ സമയത്ത് കല്ലു ഇടിയപ്പം ഉണ്ടാക്കി. ശ്രീകുട്ടിയും കല്ലും കൂടി അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കി. ശ്രീകുട്ടി കോളേജിൽ പോകാനായി റെഡിയായി. സുമേഷ് വന്നപ്പോൾ രാജിയുടെ ഒപ്പം ബസ് സ്റ്റോപ്പിലേക്ക് ശ്രീകുട്ടിയും പോകാനായി ഇറങ്ങി. അങ്ങനെ കല്ലുവിനോട് യാത്ര പറഞ്ഞ് രണ്ടാളും ഇറങ്ങി. കല്ലു, കണ്ണനാണ്. എന്താ? വാ കാപ്പി കുടിക്കാം. അവൾ അവന് കഴിക്കാനായി ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും എടുത്ത് മേശമേൽ വെച്ചു. കല്ലു കഴിച്ചോ? ഇല്ല. എന്നാ വാ ഒരുമിച്ച് കഴിക്കാം. അവൾ ഒരു പ്ലേറ്റിൽ 2 ഇടിയപ്പം എടുത്തു. എന്നിട്ട് അവൻ്റെ അടുത്തായി വന്നിരുന്നു. അവൻ 2 ഇടിയപ്പം കൂടി അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു. അവൾ നോക്കിയപ്പോൾ കഴിക്കാൻ അവൻ ആംഗ്യം കാണിച്ചു. യു കണ്ണേട്ടാ, എനിക്കിത് മതി. 2 എണ്ണം കഴിക്കുമ്പോൾ എൻ്റെ വയറ് നിറയും. എന്നാര് പറഞ്ഞു? മര്യാദയ്ക്കിത് മുഴുവൻ കഴിച്ചോണം നീ. കണ്ണേട്ടാ പ്ലീസ്, എനിക്കിത് മതി. കല്ലു, കളിയാക്കാതെ വേഗം കഴിക്ക്. ആകെപ്പാടെ ഇത്തിരിയേ ഉള്ളൂ. കുറച്ച് തടിയെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനാ? അവൻ അർത്ഥം വെച്ച് പറഞ്ഞെങ്കിലും അവൾക്കത് മനസ്സിലായില്ലെന്ന് അവന് തോന്നി. ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണ്, അവൻ ഓർത്തു. കണ്ണേട്ടാ, 2 എണ്ണം കഴിക്കുമ്പോൾ എനിക്ക് വയറ് നിറയും, അതാണ്. ശരി ഓക്കെ, എങ്കിലൊരു കാര്യം ചെയ്യാം. അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവളെ നോക്കി. എന്താണ്? നീ 2 ഇടിയപ്പം കഴിച്ചു കഴിഞ്ഞ് നിന്റെ വയറ് നിറയുമെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാൽ എന്നെ ആ വയറൊന്ന് കാണിക്കണേ. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം
ഇനി കഴിക്കണോ വേണ്ടയോ എന്ന്. അവൻ പറഞ്ഞതും കല്ലു പേടിച്ചു പോയി. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം, അവൾ പെട്ടെന്ന് പറഞ്ഞു. തലേദിവസത്തെ ഓർമ്മയിൽ അവൾക്കല്പം ഭയം ഇല്ലാതില്ല. അവൾ പതിയെ ഇരുന്ന് കഴിച്ചു തുടങ്ങി. ബാപ്പുട്ടി, ഞാൻ പെട്ടടാ, അവൻ പിറുപിറുത്തു. എന്താ? അവൾ അവനെ നോക്കി. എന്ത്? അല്ല, ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല പെണ്ണെ, വേഗം കഴിച്ചെഴുന്നേക്ക്. അവൻ കൈ കഴുകാനായി എഴുന്നേറ്റു. അല്പം കഴിഞ്ഞതും കല്ലുവും കഴിച്ചെഴുന്നേറ്റു. പ്ലേറ്റൊക്കെ കഴുകി വെച്ചിട്ട് അവൾ റൂമെല്ലാം അടിച്ചു വാരിയിട്ടു. കണ്ണം വന്നപ്പോൾ അവൾ അടുക്കളയിൽ എന്തൊക്കെയോ പണിയാണ്. അവൻ മെല്ലെ വന്ന് അവളുടെ വയറിലൊന്ന് തോണ്ടി. അവൾ ഞെട്ടിപ്പോയി. ഇതെന്താ കല്ലു നീ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല. അത് പിന്നെ ഞാൻ, ഏട്ടന് എന്തെങ്കിലും വേണോ? വേണം, പറയട്ടെ? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. എന്താണ്? കല്ലു മിഴികൾ താഴ്ത്തി. കല്ലു, നീ എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത്? എന്നെ കാണാൻ അത്രയ്ക്ക് മോശമാണോ? അയ്യോ അല്ലേട്ടാ. പിന്നെ ഞാൻ വരുമ്പോൾ എല്ലാം നീ എന്തിനാ ഇങ്ങനെ നിലത്ത് നോക്കി നിൽക്കുന്നത്? അത് പിന്നെ എനിക്ക് അവൾ വാക്കുകൾക്കായി പരതി. പറയൂ കല്ലു, എന്താണ് കാരണം? എനിക്കൊരു ഇഷ്ടക്കുറവില്ല. സത്യത്തിൽ എനിക്കെന്തോ ഒരു ചമ്മൽ. ആ, ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമായില്ലേ എന്ന്. അയ്യോ അല്ല, എനിക്കേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, സത്യം. അവൾ തൻ്റെ നെറുകയിൽ കൈവച്ചു പറഞ്ഞത് അവൻ ചിരിച്ചുപോയി. എൻ്റെ പെണ്ണെ, എൻ്റെ ഒരു കാര്യം. അവൻ അവളെ തൻ്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ചു. ഏട്ടൻ എന്തിനാ എന്നെ തോണ്ടിയത്? അത് നിന്റെ ഈ കുഞ്ഞൻ വയറ് നിറഞ്ഞോന്ന് നോക്കുകയായിരുന്നു. അതിന് നീ സമ്മതിച്ചില്ലല്ലോ. തൽക്കാലം എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാ. അതെയോ? ഞാനും കൂടി വരാം. ഇന്നലെ പോയതല്ലേ കല്ലു, ഇന്ന് വരണ്ട. നീ റെസ്റ്റ് എടുത്തോ. ആകം എടുത്തില്ലേ, കാലത്തെ തുടങ്ങിയതല്ലേ ജോലികൾ. അവൻ്റെ വാക്കുകൾ കേട്ട് കല്ലു പുഞ്ചിരി തൂക്കി. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൻ അവളെ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തപ്പോൾ. അത് സാരമില്ലേട്ടാ, ഞാനും കൂടി വരാം. കുഴപ്പമില്ല കല്ലു, ഞാൻ പോയിട്ട് വേഗം വരാം. നീ ഇത്തിരി ചോറ് കൂടി എടുത്തോ, അമ്മയ്ക്ക് കഴിക്കാമല്ലോ. ശരിയേട്ടാ. അവൾ വേഗം കാസറോൾ എടുത്ത് ചോറും കറികളും ഒക്കെ എടുത്തു. അവൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നപ്പോൾ കല്ലു എല്ലാം എടുത്ത് കവറിൽ വെച്ചിരുന്നു. ആ, റെഡിയായോ ഏട്ടൻ? നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല, ഞാൻ വേഗം വരാട്ടോ. എന്തെങ്കിലും മേടിക്കണോ പോയിട്ട് വരുമ്പോൾ? എന്താണ് ഏട്ടാ? അല്ല, എന്തെങ്കിലും കഴിക്കാൻ. ഏയ് വേണ്ട ഏട്ടാ, ഏട്ടൻ വേഗം എത്തിയാൽ മതി. ശരി. അവൻ അവളെ നോക്കി ചിരിച്ചിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി. ഈശ്വര, എൻ്റെ കണ്ണേട്ടനൊരു ആപത്തും വരുത്തല്ലേ. അവൾ തിണ്ണയിലെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അച്ചമ്മയെ വിളിച്ചില്ലല്ലോ എന്നോർത്ത് അവൾ ഫോണെടുത്ത് അച്ചമ്മയെ വിളിച്ചു. ഹലോ അച്ചമ്മേ. മോളെ, എന്തുണ്ട് ഇവിടെ വിശേഷം? ഒരു വിശേഷവും ഇല്ല അച്ചമ്മേ, സുഖം. അപ്പച്ചി എന്തിയെ? അവൾ അപ്പുറത്തുണ്ട്. അതിരിക്കട്ടെ, മോള് നാളെ എപ്പോൾ വരും ഇങ്ങോട്ട്? അറിയില്ല അച്ചമ്മേ, കണ്ണേട്ടനോട് ചോദിക്കാം. ഇവിടെ സാഹചര്യം ഇങ്ങനായി പോയില്ലേ. കണ്ണം പറഞ്ഞത് വരാന്നാ മോളെ. കണ്ണേട്ടൻ അച്ചമ്മയെ വിളിച്ചോ? ഓവ്, ഇന്നലെ കാലത്തെ വിളിച്ചു. എന്നിട്ടോ? മോൻ പറഞ്ഞു വന്നാലും ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോരും, ശ്രീകുട്ടി തനിച്ചേ ഉള്ളൂന്ന്. ശരിയാ അച്ചമ്മേ. അത് സാരമില്ല, എൻ്റെ മോള് വന്നാൽ മതി. അച്ചമ്മയ്ക്ക് നിന്നെ കാണാൻ കൊതിയായി. അവരുടെ ശബ്ദം ഇടർന്നത് അവൾ അറിഞ്ഞു. ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ, നാളെ കാലത്തെ ഞാനങ്ങ് ഓടിയെത്തും. മോൾ എന്തെങ്കിലും കഴിച്ചോ? ഓ അച്ചമ്മേ, ഞാനും കണ്ണേട്ടനും കൂടിയാണ് കാപ്പി കുടിച്ചത്. ഏട്ടനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞങ്ങൾ ഇന്നലെ പോയി കണ്ടിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായി അച്ചമ്മയോട് അവൾ സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവൾ എല്ലാവരും മാറിയിട്ടിട്ട് പോയി തുണികളൊക്കെ എടുത്ത് നനച്ച് പിഴിഞ്ഞു വിരിച്ചു. റൂമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തു. ഇടയ്ക്ക് കണ്ണൻ അവളെ ഫോണിൽ വിളിച്ചു. അവൾ അല്പസമയം അവനോടും പിന്നീട് ശോഭയോടും സംസാരിച്ചു. കുറച്ച് സമയം വിശ്രമിച്ച ശേഷം അവൾ ഉമ്മർത്ത് വന്ന് കണ്ണൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിപ്പാണ്. തൊഴുത്തിൽ നിന്ന് പശുക്കൾ കരയുന്നുണ്ട്. കല്ലു ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് പച്ച പുല്ല് കിടപ്പുണ്ട്. അവൾ അത് വാരിയെടുത്ത് അവറ്റോൾക്ക് ഇട്ടുകൊടുത്തു. ഇനി കൊടുക്കണമെങ്കിൽ തീറ്റയില്ല.
തൊഴുത്തിൻ്റെ താഴെ ഒരു ചെറിയ പാടമാണ്. അവിടെ ഇവിടെയായി പുല്ലൊക്കെ നിൽപ്പുണ്ട്. അവൾ ഒരു വെട്ടരുവ എടുത്തുകൊണ്ട് വന്ന് പാടത്തേക്ക് ഇറങ്ങി പുല്ലരിയാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അവൾ കുറേ സമയമെടുത്തു പുല്ലരിഞ്ഞെടുക്കാൻ. ഏകദേശം ഒരു കെട്ട് ചെത്തിയെടുത്തു. ഹാവൂ, മടുത്തു. കണ്ണൻ്റെ ബൈക്ക് അകലെ നിന്ന് വരുന്നത് കണ്ടതും അവൾ വേഗം അതെല്ലാം വാരിക്കൂട്ടി വീട്ടിലേക്ക് കയറിപ്പോയി. ഒരു ചെറിയ ഇടവഴി ഇറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. അവിടേക്ക് ഇറങ്ങിയത് കല്ലുൻ്റെ കാല് തെന്നിപ്പോയി. അവൾ ഒറ്റ വീഴ്ചയായിരുന്നു നിലത്തേക്ക്. എൻ്റെ ഗുരുവായൂരപ്പ, നടു ഒടിഞ്ഞു. അവൾ ഉറക്കെ കരഞ്ഞു. കല്ലു, കണ്ണിൻ്റെ വിളിയച്ച അവൾ കേട്ടു. കല്ലുവാണെങ്കിൽ എഴുന്നേക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷെ പറ്റുന്നില്ല. കല്ലു, കണ്ണേട്ടാ. അവൾ ഒരു തരത്തിൽ അവനെ വിളിച്ചു. നീ എവിടാണ്? ഞാൻ ദേ ഇവിടെ ഉണ്ട്. അവളുടെ സംസാരം കേട്ട ഭാഗത്തേക്ക് കണ്ണൻ വന്നു. കല്ലു, എന്തു പറ്റി? അവൻ ഓടി വന്ന് അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അത് പിന്നെ ഞാനിവിടെ. കണ്ണൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് പുല്ലുകെട്ട് താഴെ വീണ് കിടക്കുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അത് പശു കരഞ്ഞപ്പോൾ പുല്ല്. നിന്നോട് ആരടി പറഞ്ഞത് പുല്ലരിയാൻ പോകാൻ? കണ്ണൻ്റെ ശബ്ദം ഉയർന്നു. ആദ്യമായിട്ട് അവൻ്റെ ശബ്ദം അത്ര ഉയർന്ന് അവൾ കേൾക്കുന്നത്. നിന്നോട് ചോദിച്ച് കേട്ടില്ലേടി? ആര് പറഞ്ഞിട്ടാണ് നീ ഈ പരിപാടിക്ക് പോയത്? അവന് ശരിക്കും ദേഷ്യം വന്നു. കല്ലുവിൻ്റെ കണ്ണുകളപ്പോൾ നിറഞ്ഞു വന്നു. നിനക്കെന്താ ചെവി കേട്ടുകൂടെ? ഓരോ വയ്യാവേലി ഒപ്പിച്ചു വന്നിട്ട്. അത് പിന്നെ കണ്ണേട്ടാ, പൈക്കൾ കരയുന്ന കേട്ടപ്പോൾ ഞാൻ നോക്കിയതാണ്. തൊഴുത്തിലപ്പോൾ ലേശം പോലും പുല്ലില്ലായിരുന്നു. അതുകൊണ്ടാണ്. സോറി. അത് പറഞ്ഞപ്പോഴേക്കും കല്ലു ശരിക്കും കരഞ്ഞുപോയി. അത് കണ്ടതും അവന് വിഷമമായി. ആ, ഇനി കരയണ്ട, പോട്ടെ, വാ. അവനെ ആശ്വസിപ്പിക്കുകയും ഏങ്ങൽ അല്പം ഉച്ചത്തിലായി. കണ്ണ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും കല്ലു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ സോറി കണ്ണേട്ടാ, ഞാൻ ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല. അവളൊരു കയ്യാൽ കണ്ണീരൊപ്പി. വാ, സാരില്ല. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. കല്ലു ഒരു തരത്തിൽ മുടന്തി അവൻ്റെ ഒപ്പം എത്തി. ആ കസേരയിൽ പോയി ഇരിക്ക്, ഞാൻ പുല്ലെടുത്തോട്ട് വരാം. കല്ലു കസേരയിൽ കയറിയിരുന്നു. കണ്ണനാണെങ്കിൽ പുല്ലെടുത്തുകൊണ്ട് വന്ന് തൊഴുത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അവൻ തിരികെ അവളുടെ അടുത്തേക്ക് വന്നു. കാലുവെല്ലാം മുറിഞ്ഞോ? നീ വീണപ്പോൾ ദേഹത്ത് എവിടെയെങ്കിലും മുറിഞ്ഞോന്ന്? ഇല്ല, കുഴപ്പമില്ല. എന്നാൽ പോയി കുറച്ച് സമയം കിടന്നു, ഞാനിപ്പോൾ വരാം. അവൾ പതിയെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് കണ്ണനത് കണ്ടത്. കല്ലു, നീ അവിടെ ഒന്ന് നിന്നേ. എന്താ കണ്ണേട്ടാ? രക്തം വരുന്നുണ്ടല്ലോ. അപ്പോഴാണ് കല്ലു നോക്കിയത്. അയ്യോ, ശരിയാണല്ലോ. അവൾ പാവാടയുടെ തുമ്പെടുത്ത് പൊക്കി നോക്കിയപ്പോൾ വലതുകാൽ മുട്ടുമുറിഞ്ഞ് രക്തം വരുന്നതാണ്. ഇത്തിരി മുറിഞ്ഞു കണ്ണേട്ടാ. ആ, ഇതൊക്കെ നീ വരുത്തി വെച്ചതല്ലേ. അവൻ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ബെറ്റാഡിയൻ്റെ ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ട് വന്നു. അമ്മ തിരുത്തുണിക്കായി വെച്ച ഒരു കോടിമുണ്ടിൻ്റെ ഒരറ്റം കീറിക്കൊടുത്തു. കല്ലു കസേരയിൽ ഇരിക്കുകയാണ്. രക്തമാണെങ്കിൽ റൂമിൽ അവിടെ ഇവിടെ കിടപ്പുണ്ട്. നട്ടുച്ച ആയതുകൊണ്ടാണ് ഇതുപോലെ ബ്ലഡ് വരുന്നത്. കണ്ണൻ അവളുടെ അടുത്തേക്ക് വന്നു. ഒരുപാട് മുറിഞ്ഞിട്ടില്ലേട്ടാ, കുറച്ചേ ഉള്ളൂ. ഓ, അതാണോ നിന്റെ വിഷമോ? അങ്ങനല്ല. അവൻ തറയിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അവളുടെ കാലെടുത്ത് പരിശോധിച്ചു. എടി, മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി. കല്ലുവിന് ചെറുതായി നീറ്റൽ വന്നു. എന്നാലും അവൾ ഒന്നും മിണ്ടാതിരുന്നു. ഒത്തിരി മുറിഞ്ഞിട്ടില്ല കേട്ടോ, നാളെ ആകുമ്പോൾ വാടും. അവൻ അവളുടെ മുറിവിൽ മെല്ലെ ഒന്ന് തൊട്ടു. എന്നിട്ട് അവളുടെ പാവാടയുടെ അറ്റം അല്പം മേൽപോട്ട് ഉയർത്തി. പെട്ടെന്ന് കല്ലു അത് വലിച്ച് താഴേക്കിട്ടു. എന്താ? കണ്ണൻ അവളെ നോക്കി ചോദിച്ചു. വേറെ എവിടെയും മുറിവൊന്നുമില്ല. അതിത്തിരി പൊക്കി വെച്ച് കിടന്നു, അല്പം കാറ്റ് കയറട്ടെ. അവൻ എഴുന്നേറ്റു. കല്ലുവിന് പക്ഷേ എന്തോ വല്ലാത്തൊരു നാണം പോലെ. നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. വേറെ ആരുമല്ല, നിന്റെ ഭർത്താവാണ് ഞാൻ, അല്ലാതെ അന്യനൊന്നും അല്ല. കല്ലു അതിനും ശേഷമൊന്നും പറയാതിരുന്നു. വേദനയുണ്ടോ? ഇല്ല. പിന്നെന്താ നിന്റെ മുഖം വല്ലാണ്ട്? എന്താടോ? അത് പിന്നെ നാളെ അച്ചമ്മയുടെ അടുത്ത് പോകേണ്ടതായിരുന്നു. അതിന്? അല്ല, ഞാൻ വീഴുകയും ചെയ്തു. എന്തൊരു പരീക്ഷണമാണ്. കല്ലു സങ്കടപ്പെട്ടു. ഓ, ഒന്ന്
വീണതിനാണോ? അതൊന്നും സാരമില്ല, നീ വാ, ഊണ് കഴിക്കാം. അവൾ മെല്ലെ എഴുന്നേക്കാൻ നോക്കി. എന്നാലും കാലിനൊരു പിടുത്തം. വൈകിലൂടെ ഇരുന്നു, ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. അവളുടെ മറുപടി കേൾക്കാതെ കണ്ണൻ അടുക്കളയിലേക്ക് പോയി. ഒരു പ്ലേറ്റിൽ ചോറും കറികളും എടുത്തുകൊണ്ട് അവർ വന്നു. അവൻ വന്നു. യോ, ഇത്രയൊന്നും ഞാൻ കഴിക്കില്ലേട്ടാ. അവൻ്റെ പാത്രത്തിലെ ഭക്ഷണം കണ്ട് കല്ലു വായ പൊളിച്ചു. കഴിക്കോ ഇല്ലയോ എന്ന് ഞാനും നോക്കട്ടെ. അവൻ കട്ടിലേക്ക് അവളെ പിടിച്ചിരുത്തി. എന്നിട്ട് കസേരയിൽ അവനിരുന്നു. വേറെ എവിടെയെങ്കിലും പരിക്ക് പറ്റിയോ? ഇല്ല, ദേ ഈ വലത് കൈയുടെ ഇത്തിരി ചതഞ്ഞു. അത് കൈ കുത്തിയത് കൊണ്ടാണ്. അവൾ ഉള്ളംകൈ നിവർത്തി അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല, മാറിക്കോളും. ഒരു ഉരുളി ഉരുട്ടി അവൾക്ക് നേരെ നീട്ടിയവൻ. കണ്ണേട്ടാ, ആ പ്ലേറ്റിംഗ് എടുത്ത് തന്നാൽ മതി, ഞാൻ കഴിച്ചോളാം. കണ്ണനൊരു നോട്ടം നോക്കിയതും കല്ലു അവൻ്റെ നേർക്ക് കൈനീട്ടി. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവളുടെ വായയുടെ നേർക്ക് അവൻ ഉരുളി ഉരുട്ടി. കല്ലു അത് മേടിച്ച് കഴിച്ചു. അടുത്ത ഉരുള അവൻ കഴിച്ചു. പിന്നീട് അവൾക്കും കൊടുത്തു. കല്ലുവിനോട് അവന് ശരിക്കും ഒരു വാത്സല്യമാണ് തോന്നിയതപ്പോൾ. അവളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നു. എന്താടി കാന്താരി, വയറ് നിറഞ്ഞോ? ഇടയ്ക്ക് അവൻ്റെ ശബ്ദം കേട്ടതും കല്ലു അവനെ നോക്കി തലയാട്ടി. അവളുടെ മുഖം കണ്ടാലറിയാം ഇപ്പോൾ കരഞ്ഞു പോകുന്നു. കണ്ണെത്ത്, ഇത്തിരി കൂടി കഴിക്ക്, ഞാനല്ലേ കൂടുതലും കഴിച്ചത്. എനിക്കിത് നിറഞ്ഞു, ഇനി വേണ്ട. അവൻ പ്ലേറ്റ് കഴുകാനായി പോയി. പിന്നാലെ കല്ലുവോ. ഏട്ടാ, ഞാൻ കഴുകിക്കോളാം. അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം പ്ലേറ്റ് കഴുകി കമിഴ്ത്തി വെച്ചു. നീ പോയി കിടന്നു, ഞാൻ ആ പൈക്കൾക്ക് ഇത്തിരി കുടിക്കാൻ കൊടുക്കട്ടെ. ഞാനും വരാം. എന്തിന്? അവിടെ വല്ല പായസ വിതരണവും ഉണ്ടോ? പിന്നീട് കല്ലു ഒന്നും പറഞ്ഞില്ല. അവൻ തൊഴുത്തിലേക്ക് കയറി പോകുന്നത് നോക്കി അവൾ നിന്നു. അവൾ അപ്പോഴും അവൻ കുറച്ചു മുന്നേ ഭക്ഷണം വാരിക്കൊടുത്തത് ഓർക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ തനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അച്ചമ്മ ചോറ് ഉരുട്ടിത്തരണമെന്ന്. പ്രത്യേകിച്ച് പനിയോ ക്ഷീണമോ ഒക്കെ ഉള്ളപ്പോൾ. താൻ എപ്പോൾ പറഞ്ഞാലും അച്ചമ്മ അതെല്ലാം സാധിച്ചു തരും. അല്ലാതെ ഇതുവരെ വേറെ ആരും ചെയ്തു തന്നിട്ടില്ല. അതിന് തനിക്കാരും ഇല്ല താനും. പക്ഷേ ഇന്ന് തൻ്റെ കണ്ണേട്ട് ശരിക്കും തിരുനക്കരത്തേവർ തന്ന നിധിയാണിതെന്ന് താൻ ഓർത്തുപോയി. എൻ്റെ കണ്ണേട്ടന് ആയുസ്സും ആരോഗ്യം കൊടുക്കണേ ഭഗവാനെ. അവൾ മനം ഉരുകി പ്രാർത്ഥിച്ചു. ഇതെന്താ സ്വപ്നം കാണുവാണോ കല്ലു? കണ്ണുമൊന്ന് തോളി തട്ടിയപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കുറച്ച് സമയം പോയി കിടന്നോ, അപ്പോൾ പിന്നെ നിന്റെ ക്ഷീണമൊക്കെ മാറും. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഏട്ടാ. എന്നാ നീ എന്തു വേണേലും ചെയ്തോ. അവൻ ഫോണെടുത്ത് അരബിത്തിയിൽ പോയിരുന്നു. അച്ഛൻ എങ്ങനെയുണ്ട് ഏട്ടാ? കുഴപ്പമില്ല, കുറവായി വരുന്നു. ഇനി എന്ന് വരും ഇങ്ങോട്ട്? ഒരാഴ്ച കൂടി എടുക്കും. അമ്മ പാവം മടുത്ത് കാണൂല്ലേ? ആ, ഏട്ടൻ പോയി 2 ദിവസം നിന്നാലോ? ഞാൻ പറഞ്ഞതാണ്, അമ്മ സമ്മതിക്കില്ല. അത് കഷ്ടാണ്. ആ, സാരില്ല, ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അവൻ ഫോണെടുത്ത് ആരെയോ വിളിക്കാനായി തുടങ്ങുകയാണ്. കല്ലു എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. തൻ്റെ കാലിൽ നിന്ന് ഒഴുകി വന്ന രക്തമൊക്കെ പഴയ തുണി കൊണ്ടവൾ തുടച്ചു മാറ്റി. എന്നിട്ട് അവൾ കട്ടിലിൽ വെറുതെ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ ഉറങ്ങിപ്പോയി. കണ്ണും വന്ന് നോക്കിയപ്പോൾ കണ്ടു ചെരിഞ്ഞു കിടന്നുറങ്ങുന്നവളെ. അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു. ആൾ നല്ല ഉറക്കത്തിലാണ്. ഭാഗ്യത്തിന് കാലിന് ചെറിയ മുറിവേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് ശരിയാകും. അവൻ പാവാട അല്പം പൊക്കി വെച്ചു. ഒരു സംശയം തീർക്കാനാണ് പാവാട ലേശം ഉയർത്തിയത്. അപ്പോഴേക്കും പെണ്ണിന് നാണം. അവൻ നോക്കിയപ്പോൾ കണ്ടു ഇടത് മുട്ടിന് മുകളിലായി ചുവന്ന് തിണർത്ത് കിടക്കുന്നത്. വീണപ്പോൾ പറ്റിയതാണ്. ഈ പെണ്ണിൻ്റെ കാര്യം. അവൻ മെല്ലെ മുറിവിൽ വിരലൊടിച്ചു. താനൊന്ന് ഒച്ച വെച്ചാൽ കരയുന്നവളാണെന്ന് അവന് മനസ്സിലായി. വഴക്കു പറഞ്ഞതും പെണ്ണിൻ്റെ കണ്ണീർ ഒരു പുഴയായി ഒഴുകി. അത് കണ്ടതും തനിക്കും സഹിക്കാൻ പറ്റിയില്ല. എത്ര പെട്ടെന്നാണ് അവൾ തന്നിലേക്ക് ആഴത്തിൽ പതിഞ്ഞത്. അവൻ അവളുടെ അടുത്തായി പോയി അവളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. ഓരോ ദിവസവും രാത്രിയിൽ അവൾ പറഞ്ഞ ഓരോ വരികളിൽ കൂടി അറിയുകയായിരുന്നു താൻ അവളുടെ ബാല്യവും കൗമാരവും ഒക്കെ. അവനൊരു കൈകൊണ്ട് അവളുടെ നെറുകി തലോടി. അവളുടെ നെറ്റിയിൽ തൻ്റെ അതരം ചേർത്തു. പിന്നെ അവനും മയങ്ങി. കുറേ സമയം കഴിഞ്ഞ് കല്ലു കണ്ണു തുറന്നപ്പോൾ അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം ഒളിപ്പിച്ച് കിടക്കുകയാണവൾ.
പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ്റെ ബലിഷ്ഠമായ കരം വയറിന്മേൽ പൊതിഞ്ഞു കിടന്നു. അത് മാറ്റാൻ ശ്രമിച്ചതും ഫലമുണ്ടായില്ല. അവൾ നോക്കിയപ്പോൾ കണ്ണൻ സുഖനിദ്രയിലാണ്. അവൻ്റെ ശ്വാസം അവളുടെ കവളി തട്ടുന്നുമുണ്ട്. അവൾ അവനോട് ചേർന്ന് കിടന്നു. അവളുടെ ഉറക്കമൊക്കെ പോയിരുന്നു. എന്നാലും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ, അവൻ്റെ ശ്വാസതാളം കേൾക്കുമ്പോൾ, അവൻ വലയം ചെയ്തിരിക്കുന്ന കരത്തിൻ്റെ സുരക്ഷിതത്വം അതറിയുമ്പോൾ മനസ്സിൻ്റെ കോണിൽ എവിടെയോ, അല്ല, മനം നിറയെ ഒരു കുളിർക്കാറ്റ് തഴുകും പോലെ ഒരു സുഖം അത് തന്നെ കീഴ്പ്പെടുത്തി കളയുകയാണെന്ന് അവൾ ഓർത്തു. തുടരും.